Basic mathematics. Null set. A set having no element is known as null set. Null setൽ ഒരു എലമെൻറ്റും ഉണ്ടായിരിക്കില്ല. It is denoted by phi and null set is also known as void set or empty set. അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമാണ് ഉള്ളതെങ്കിൽ ആ സെറ്റിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നു. സബ്സെറ്റ്സ് ആൻഡ് സൂപ്പർസെറ്റ്സ്. If A and B are two sets such that every element of A is also an element of B, then A is called a subset of B. A എന്ന സെറ്റിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടെങ്കിൽ A is called subset of B. If A is a subset of B, then B is called superset of A. ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഇവിടെ എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ട്. അതുകൊണ്ട് എ ഈസ് കോൾഡ് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് ദി സൂപ്പർ സെറ്റ് ഓഫ് എ. നെക്സ്റ്റ്, ഇക്വാലിറ്റി ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റ്സ് എയും ബിയും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിൽ രണ്ടിലും സെയിം എലമെൻ്റ് ആയിരിക്കണം. Proper subset. If A and B are two sets such that A subset of B and A not equal to B, then A is called a proper subset of B. A എന്ന സെറ്റിനെ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ എ എന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. കൂടാതെ എയിലില്ലാത്ത ഒരു എലമെൻ്റെങ്കിലും ബി എന്ന സെറ്റിലുണ്ടാവണം. ദാറ്റ് ഈസ്, ഇഫ് എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി, ദെൻ every element of A is an element of B, but there is at least one element in B which is not in A. Theorems. Every set is a subset of itself. എല്ലാ സെറ്റും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. എംപ്റ്റി സെറ്റ് എല്ലാ സെറ്റിൻ്റെതും സബ്സെറ്റാണ് ആൻഡ് എംപ്റ്റി സെറ്റ് ഈസ് യുണീക്ക്. Next, power set. The set of all subset of a set A is called the power set of A and is denoted by P of A. For example, let A is equal to set 1 2 3. എയുടെ പവർ സെറ്റ് എഴുതാൻ എ എന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും കണ്ടെത്തുക. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1 2, സെറ്റ് 2 3, സെറ്റ് 1 3, സെറ്റ് 1 2 3 ആൻഡ് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നതൊക്കെ എയുടെ സബ്സെറ്റാണ്. ഈ സബ്സെറ്റുകളുടെ സെറ്റാണ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്.